എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബെൻ, ഹണ്ട്, ചെക്ക്മേറ്റ്, ഓഫീസർ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബിഗ് ബെൻ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. അതിഥി ദേവി, അനുമോഹൻ, മിയ ജോർജ്, വിനയ് ഫോർട്ട് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ബിഗ് ബെൻ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 28-ന് സൺനെസ്റ്റിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലാൽ, അനൂപ് മേനോൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ ചെക്ക്മേറ്റ് സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കറുപ്പ് പെട്ടി എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ നിന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് നേടിയെടുത്തത്. പക്ഷേ ഇതുവരെ സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതോടൊടുവിൽ ഫൂട്ടേജ് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 28-ന് ഫൂട്ടേജ് സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് അർജുന ഫൽഗുണ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം വെർഷൻ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക്കിന്റെ OTT അവകാശം നേരത്തെ തന്നെ വിറ്റുപോയതാണ്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഡൊമിനിക് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് മാസം ഡൊമിനിക് OTT റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഏപ്രിൽ മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ലൊരു വിജയമാണ് ഓഫീസർ നേടിയെടുത്തത്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഓഫീസർ. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി തുടങ്ങി ഒരുപാട് പേര് ഓഫീസർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 20-ന് നെറ്റ്ഫ്ലിക്സിലാണ് ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി എന്ന സിനിമയുടെ OTT റിലീസ്. എല്ലാ ഭാഷകളിലും അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതോടൊടുവിൽ ഹോട്ട്സ്റ്റാർ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ മാസം തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ആൻഡ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അത്യാവശ്യം കോമഡി സിനിമയിലുണ്ട്. യോഗി ബാബു, സത്യരാജ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ബേബി ആൻഡ് ബേബി എന്ന സിനിമ ഇന്ന് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്ട്രാഡേഷൻ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജനുവരിയിലാണ് ED സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സുരാജാണ് ED സിനിമയിലെ നായകൻ. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ED സിനിമയ്ക്ക് ലഭിച്ചത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ ED സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. സിനിമ റിലീസായിട്ട് കുറെ കാലമായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതോടൊടുവിൽ DNA സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലേ, മനോരമ മാക്സ് ഇവരാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം തന്നെ DNA സിനിമയുടെ റിലീസ് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ ഈ വീക്കിൽ വന്നേക്കാം. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. സിനിമയുടെ OTT വരുന്നില്ല. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഭാവനയുടെ
സിനിമയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു ഹണ്ട്. ഇപ്പോഴിതാ ഹണ്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഹണ്ട് സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സിനിമയുടെ OTT ആമസോണ് പുറത്തുവിടുന്നില്ല. എന്തായാലും ഈ മാസം ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.